ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ആവശ്യമില്ലാതെ എന്നോട് മിണ്ടാനും വരരുത്. മിണ്ടില്ല. പിന്നെ ഈ വൃത്തികെട്ട ചിരിയുണ്ടല്ലോ, അതും വേണ്ട. ആയിക്കോട്ടെ. മുറിയൊക്കെ എങ്ങനെയാ? വലുതാ? മുറികളൊക്കെ ഉണ്ട്. എന്റെ റൂമിൽ ഞാൻ മാത്രമായിരിക്കും. ആഹാരമൊക്കെ അങ്ങോട്ട് കൊണ്ട് തന്നാ മതി. തുണി അലക്കിക്കൊണ്ട് തരണോ? എന്താ? ഒന്നുമില്ല. തുണിയൊക്കെ ഞാൻ പറഞ്ഞിട്ട് അലക്കിയാൽ മതി. ഓ. ഞാൻ ഞായറാഴ്ച തന്നെ നാട്ടിലേക്ക് പോകും. 1 മാസത്തിനുള്ളിൽ എനിക്ക് ഡിവോഴ്സ് കിട്ടണം. കെട്ടിയിരിക്കണം. ആയിക്കോട്ടെ, വേണ്ടത് ഞാൻ ചെയ്തോളാം. എന്നിട്ട് ഞാൻ നല്ല അന്തസ്സുള്ള അമേരിക്കക്കാരനെ കെട്ടിപ്പോവും. അങ്ങോട്ടൊക്കെ അങ്ങനെ വലിഞ്ഞേറി വന്നേക്കരുത്. ഒരാഴ്ച നമ്മൾ ഒരു ക്വാർട്ടേഴ്സിൽ ഒന്നിച്ച് കഴിയുന്നേ ഉള്ളൂ. മനസ്സിലായോ? അതെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? ഇതൊന്നും ഇപ്പൊ നാട്ടിൽ അറിയിക്കാൻ നിൽക്കണ്ട. അറിയിക്കും. എന്ത്? താൻ എന്നെ മാന്തിയതോ? ഇതൊക്കെ അച്ഛനോട് പറയാൻ പറ്റിയ കാര്യങ്ങളാണോ? എന്തായാലും ഞായറാഴ്ച അങ്ങോട്ടല്ലേ പോകുന്നത്, അപ്പൊ പറഞ്ഞാ മതി. അത് ശരിയാ. പൂ അലർജിയാ. ഓഹോ. ഇത് കർണേട്ടൻ. ഇവരൊക്കെ മലയാളികളാ. നമ്മുടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാ. നിലവിളക്കും നിറപറയൊക്കെ വേണ്ടതായിരുന്നു, പക്ഷെ വഴിയില്ലല്ലോ. അതുകൊണ്ടാ മാല മാത്രാക്കിയത്. നല്ല ചേർച്ച, പൊരുത്തമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. പിന്നല്ലാതെ. മരുഭൂമിയിൽ ഒരു മലയാളി വരൻ, ഒരു പൈങ്കിളി കഥയുടെ ടൈറ്റിൽ പോലെയുണ്ട്. അല്ല, എന്താ വിനിയാ നിന്റെ കഴുത്തിലൊരു പോറല്? അത് ചെറിയൊരു തോമാച്ചൻ എന്താ പറയുന്നൊന്നും അല്ല ഉയരുണ്ട്. മധുവിധുവുമ്പോ പോറലും നീറിലും ഒക്കെ ഉണ്ടാവും. പെണ്ണ് കെട്ടിയിട്ട് അതൊന്നും അറിയില്ലേ? കെട്ടാത്ത എനിക്ക് പോലും അറിയാലോ. ദേ അവള് ഗർവിച്ചു തുടങ്ങി. നീ പോയി നിന്റെ കെട്ടിയനെ കൊഞ്ചിക്കടി മോളെ, ഞങ്ങള് തടസ്സാവുന്നില്ലേ? പിന്നെ പെട്ടിയൊക്കെ കിട്ടിയോ വിനിയാ? ആ, കിട്ടി. സാധാരണ പെട്ടിയൊന്നും കിട്ടാറില്ല. ആരെങ്കിലും അതൊക്കെ അടിച്ചു മാറ്റും. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അല്ലേ? മധുവിധുവിന് എന്ത് ഡ്രസ്? അതെ, വിശദമായി എല്ലാവർക്കും പിന്നീട് പരിചയപ്പെടാം. ജസ്റ്റ് മാരീഡ്, ഡോണ്ട് ഡിസ്റ്റർബ്. ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. എൻജോയ്. ഇതൊക്കെ ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാ. നോൺസെൻസ്. തനിക്ക് വിവരമുണ്ടോടോ? സ്ത്രീകളുടെ റൂമിലേക്ക് കയറി വരുമ്പോ കഥക് മുട്ടണം എന്നറിയില്ലേ? ഓ, സോറി. താൻ എന്റെ ആരുമല്ല. ഞാൻ തന്നെ ഡിവോഴ്സ് ചെയ്ത് വേറെ കെട്ടി അമേരിക്കക്ക് പോവാൻ പോവാ. ആയിക്കോട്ടെ. ഭർത്താവ് ചമഞ്ഞ് വന്നാണ്ടല്ലോ. ഇല്ല, ഇനി വരുന്നില്ല. ഇത് എന്തു? എന്താ ഇത്? ഇത് കുറച്ച് ചോറും കറിയൊക്കെയാ, കുറച്ച് പായസവും ഉണ്ട്. താങ്ക്സ്. ശുഭേ, ഇത് ഇന്ദു ഭദ്രൻ, നമ്മുടെ നെയ്ബറാ. ഭദ്രൻ നമ്മുടെ പ്ലാന്റിലെ മെക്കാനിക്കാ. അണ്ണനല്ലേ? ഉറക്ക, എണീറ്റിട്ടില്ല. പിന്നെ കുട്ടിയെ കണ്ട മഹാലക്ഷ്മി പോലെയുണ്ട്. എന്താ, മഹാലക്ഷ്മി മുമ്പ് കണ്ടിട്ടുണ്ടോ? ഊവ്, സ്വപ്നത്തില്. ഞാനിത് ഒടക്കാണല്ലേ. മധുവിധുവിന് ശണ്ട കൂടുന്നവർക്കാ സ്നേഹം കൂടുന്നത്. അതിന് ശണ്ടയെന്ന് ആര് പറഞ്ഞു? ഈ മരപ്പട്ടിയോട് എന്തിനാ ശണ്ട? ഞാൻ ഞായറാഴ്ച നാട്ടിലേക്ക് പോവാ. എന്തിന്? ഞാനേ ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കാൻ പോവാ. അതെയോ? ഇത്ര പെട്ടെന്നോ? മഹാലക്ഷ്മി ആള് കൊള്ളാലോ. കളിയല്ല, ഉറപ്പായും ഡിവോഴ്സ് കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കണം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞതാ. ഹൂവേ, ഇഷ്ടമില്ലാത്തോണ്ടാണല്ലോ മരപ്പട്ടി എന്നൊക്കെ വിളിച്ചത്. ഇത് എന്തു പോയോ? ഓ, ജന്തു പോയി. എവിടെ തന്നെ മോളെ വാതിലും തുറന്നിട്ട് ഒരുങ്ങിക്കെട്ടി രാവിലെ എങ്ങോട്ടടിയായിരുന്നല്ലേ ഇത്? ഞാൻ അവർക്ക് കുറച്ച് ആഹാരം കൊടുക്കാൻ പോയതാ. അറിയാടി, നീ നിന്റെ മറ്റേ ഊട്ടാൻ പോയതല്ലേ? ദേ, അനാവശ്യം പറയരുത്. വെട്ടി നുറുക്കിക്കളയും. ആരാത്? ഇതാ ഭദ്രൻ. വലിയ കുഴപ്പക്കാരനാ. എല്ലാ ഇന്ദുവിന്റെ തലയിലെഴുത്തു. അല്ല എന്ന് പറയാനാ.
എത്തി നോക്കണ്ട. അയാളങ്ങനെ കണ്ട പിന്നെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. എന്നെപ്പോലല്ല. ഡോ ഏതോ പിച്ചക്കാരാണെന്ന് തോന്നുന്നു. Yeah, I'll do that immediately. എവിടേക്കാ? Hi, Emma. Hi, how are you? I'm good. ഇത് എമ്മ, നമ്മുടെ ഹൗസ് മേറ്റാ. Wow, she's cute. You are new wife? Yes. How many children do you have? No children yet. No children. Then why did you get married? ഇവൾ എന്തൊക്കെ വൃത്തികേടായി പറയുന്നേ? ഇവിടൊക്കെ അങ്ങനാ. ആദ്യം പ്രസവം, പിന്നെ കല്യാണം. അയ്യേ, അയ്യെന്നൊന്നും പറയണ്ട. നമ്മുടെ നാട്ടിലും പണ്ട് ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു. ഞങ്ങള് നല്ല തറവാട്ടുകാരാ, നിങ്ങളെ പോലെയല്ല. Oh, my sweetie. Sit here, my baby. ഇവളെന്തിനാ ഇങ്ങനെ ആനക്കുട്ടിയെ പോലെ ആടിക്കൊണ്ടിരിക്കുന്നേ? എന്തിന്റെ സുഖടയൊക്കെ? ഇത് സൂക്കേടൊന്നും അല്ല, അവരുടെ ഒരു സ്റ്റൈലാ. ഇവളോടൊന്നും നിർത്താൻ പറ. അവരാടിയാലും പാടിയാലും തനിക്കെന്താ? പിന്നെ എങ്ങനെ ഇവളോട് സംസാരിക്കും? നമ്മളും അവരെ പോലെ ആടിക്കൊണ്ട് സംസാരിക്കണം. ദാ ഇങ്ങനെ. എമ്മ, Yeah? can we have some big beef and some toast? Take, sir? Fine, perfect. Sure, perfect. പേടിക്കണ്ട, ഇത് പാസിയാ. ഇവൻ നമ്മുടെ ഫാമിലി മെമ്പറാ. ഞങ്ങൾ മലയാളികളിട്ട പേരാ. ഇവിടെ ഈ ക്വാർട്ടേഴ്സ് വരുന്നതിന് മുമ്പ് ഒരു മരം ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഇവന്റെ പൂർവികർ താമസിച്ചിരുന്നത്. ക്വാർട്ടേഴ്സ് വന്ന കാര്യമൊന്നും മൂപ്പര് അറിഞ്ഞിട്ടില്ല. പകൽ ഇവിടെയാ താമസം. മൂപ്പര് നൈറ്റ് ഡ്യൂട്ടിയാ. പാവാ.